ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങളിലേക്കായി നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കാം. ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം. മനസ്സിനും ശരീരത്തിനും വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കാം. വീടുകളിലെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഇനി എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം ഉണ്ടാകും എന്നതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമായി ഇതിൽ കാണുന്നത്. എന്തായിരുന്നാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിലേറെ യാഥാർത്ഥ്യമായ ഒന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു എന്ന്. ഈ പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. മഹാദേവൻ്റെ ശക്തി, ശിവഭഗവാന്റെ കാരുണ്യം ഇന്ന് നിങ്ങൾക്കായി നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. നിന്റെ ജീവിതം മാറുവാൻ പോകുന്നു. നീ കരുതുന്നതിലും വേഗത്തിൽ അത് സംഭവിച്ചിരിക്കും എന്നാണ് ഭഗവാൻ ഇന്ന് നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം. പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനവും നമ്മോട് പറയുന്നത് ഇതാണ്: നീ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജോലി കിട്ടേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ പലതരത്തിൽ വിഷമിക്കുന്നവരാണോ? രോഗത്തിൻ്റെ ഭാരത്തിൽ കഷ്ടപ്പെടുന്നവരാണോ? വീട്ടിൽ സമാധാനമില്ലാതെ അലഞ്ഞു നടക്കുന്നവരാണോ? പണം, അതിൻ്റെ കുറവ് മൂലം വിഷമതകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ കാരണമറിയാതെ മനസ്സ് വിഷമിക്കുന്ന ഒരാളാണോ? എന്തു തന്നെ ആയാലും കേൾക്കൂ, ഈ സ്ഥിതി സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. ശിവതാണ്ഡവം, അത് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭഗവാന്റെ ഭാവമായിരുന്നു എന്നതുപോലെ ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ശിവതാണ്ഡവം നടന്നതുപോലെ എല്ലാം തകർത്തെറിയപ്പെടും. പക്ഷേ അതിന് ശേഷമുണ്ടാകുന്ന ഒരു പുതിയ സൃഷ്ടി, അത് നമ്മൾക്ക് നല്ലതായി തന്നെ ഭവിക്കും എന്ന രീതിയിലാണ് ഇന്നത്തെ സന്ദേശം കാണുന്നത്. പ്രപഞ്ചശക്തി നമ്മോട് പറയുന്നത് 3 കാര്യങ്ങളാണ്. സംഭവിക്കുന്നതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സന്തോഷത്തിന്, നമ്മൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. 2, വിശ്വസിക്കുക. ഭഗവാനെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഭഗവാൻ തന്നിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുക എന്നാണ് രണ്ടാമതായി പറയുന്നത്. മൂന്നാമതായി പറയുന്നത് മനസ്സിലെ ഭയങ്ങളെ വിട്ടുമാറുക. നിനക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും എന്നതാണ് മൂന്നാമതായി പറയുന്നത്. ഇവിടെ മഹാദേവൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. നീ പേടിക്കേണ്ടതില്ല. എൻ്റെ അനുഗ്രഹത്തിനോടൊപ്പം നീയുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ കരുണ നിങ്ങൾ കരുതുന്നതിലും വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ സ്വയം പറയേണ്ടത് ഒരേ ഒരു വാചകമാണ്: എൻ്റെ ജീവിതം മാറുകയാണ്, നല്ലത് എൻ്റെ വഴിയിലേക്ക് വരികയാണ്. ഇത് വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് പ്രപഞ്ചത്തെ ഉണർത്തുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന. മഹാദേവൻ്റെ ശക്തി നിങ്ങളെ നോക്കിച്ചിരിക്കുന്നു. അവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. അത് മനസ്സിലാക്കി മനസ്സിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിലുണ്ടാകുന്ന ആകുലതകളും എല്ലാം മാറ്റിവെച്ച്
പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇന്ന് സംഭവിക്കുന്നതൊക്കെ നിമിഷ നേരങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം മാറി മറിയാവുന്നതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അതിൻ്റെ ഇരട്ടി മൂല്യമുള്ള ഒന്ന് നമുക്കായി പ്രപഞ്ചശക്തി കരുതി വച്ചിട്ടുണ്ടാകും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി എന്ത് പ്രശ്നങ്ങൾ വന്നാലും തളരാതെ മുൻപോട്ട് പോവുക.